أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم حسن مرادنا يا محسن المراد സാധുക്കളതിന് ജവാബ് ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ വർക്കത്ത് കൊണ്ട് നാവ് കൊണ്ട് ഈ ദിവസം വരെ പറഞ്ഞിട്ടുള്ള തെറ്റുകൾ പുറത്ത് മാപ്പാകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കച്ചവടങ്ങൾ ഹലാലാക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിലുള്ള ഉമ്മമാർക്ക് ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പഠിച്ചവരെ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ ഓരോ തുള്ളിയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തുമാപ്പാക്കണേ റഹ്മാനെ. മരണസമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി ഞങ്ങളെ മൗത്താക്കണേ റഹ്മാനെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വട്ട മുഖം കണ്ട് റാഹത്തോടുകൂടി ഞങ്ങളെ ഈ മഴയുടെ ബർക്കത്ത് കൊണ്ട് മൗത്താക്കണേ റഹ്മാനെ. കഴിഞ്ഞ മാസം ഞങ്ങളോട് സലാം പറഞ്ഞ ആളുകൾ പെട്ടെന്നതാ മരിച്ചു കിടക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ അവരുടെ കടകളൊക്കെ ഞങ്ങൾ ചെന്നിട്ടുണ്ട്, പാത്തി നോക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവരുടെ കബറുകളൊക്കെ ഈ ജനാത്തിന്റെ പൂർണ്ണവുമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ മരിച്ചുപോയ മാസമാണ്. ഞങ്ങളുടെ പാർപ്പനായിട്ടുള്ള ഞങ്ങളുടെ വട്ടപ്പടങ്ങളുടെ ഞങ്ങൾ ദൈവതാക്കളുടെ കബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അയൽവാസി പാർപ്പന മുഹമ്മദ് നായിന്റെ കബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അയൽവാസികളായിട്ടുള്ള വൈകുപ്പതാക്ക, അതുപോലെ തന്നെ ഞങ്ങളുടെ മൈമാറ്റാകുന്ന ഫാത്തിമതാക്ക, ഹദീജതാക്ക, അതുപോലെ ഒരുപാട് ഞങ്ങളെ സഹായിച്ചവരുണ്ട്, വൈദ്യമാരെ സഹായിച്ചവരുണ്ട്. അവരെ കബറിലേക്ക് ഇതുവായി എത്തിക്കണേ റഹ്മാനെ. ഇതുവരെ കബറിൽ ചെയ്യുന്നേ അല്ലാഹ്. ഞങ്ങളുടെ കൂടി കഴിക്കാത്തവരെ കബറിലേക്ക് ഇതുവായി എത്തിക്കണേ റഹ്മാനെ. അവരെ പട്ടിണികളാണ് സ്വലാത്ത് ചെയ്യുന്നവരാണ്. അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പഴയകാലത്ത് പട്ടിണിയായിക്കൊണ്ടിട്ട് ഒരുപാട് പേര് മൗത്തായിപ്പോയി. കാരക്കോട് പള്ളിയിലും വട്ടപ്പറമ്പ് പള്ളിയിലും ഞങ്ങൾ സ്നേഹിച്ചവരുടെ അവരുടെ കബറിലേക്ക് ഈ മദീനയുടെ ബർക്കത്തിനെ എത്തിക്കണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് പേര് കബറിലാണ്. അവരുടെ കബറിലേക്ക് ഇതുവായി എത്തിക്കണേ റഹ്മാനെ. ആരെല്ലാം ഈ സ്വലാത്ത് മജ്‌ലിസിലേക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ച് തന്നിട്ടുണ്ടോ, ഞാൻ മജ്‌ലിസ് തുടങ്ങിയ മുതൽ ഇതുവരെ തന്നിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും കബറുകളിലേക്കും അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്കും അവരുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളിലേക്കും അതിന്റെ പ്രതിഫലത്തെ എത്തിക്കണേ റഹ്മാനെ. സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഉദ്ദേശിക്കണേ അല്ലാഹ്. പതിനീകളിലെ ഉപയോഗിക്കണമേ അല്ലാഹ്. ശ്രമിച്ച വേദനയുടെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. റാഹത്തിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഖൈറാക്കണേ അല്ലാഹ്. എല്ലാവരുടെ പലകരേലധികാസം അത് ഒതുക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ചെറിയ തുറയിൽ നമുക്ക് പോകാം. അല്ലാഹു നമ്മളെ സദസ്സ് സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. പക്ഷെ അതൊന്നും വാട്സപ്പിൽ കൂടി ഫോണിൽ കൂടി നാലാളെ കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല. ചെറുപാടിയിൽ പള്ളിയുടെ മുറ്റത്തൊരു ഷെഡ് ഉണ്ടാവും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതാണ് തീ കൊടുത്തിട്ട് അവിടെ അപ്പോൾ വെക്കുകയാണ് ഭക്ഷണം. എന്നും ഒരിക്കലല്ല, എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ വൈകി ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പോയാൽ കാണാം പാത്രം കൊണ്ട് പട്ടികന്മാർ. കഞ്ഞിനാണ് പേര്, കഞ്ഞിയല്ല അത്, ചോറാണ്. അതാണ് ആ വെള്ളത്തോട് ഫുള്ള് വറ്റ അതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അച്ചാറും കൊടുക്കും അതിൻ്റെ കൂടെ. അത് ഒരു ദിവസത്തിനുണ്ടാവും പട്ടികമായിട്ട് തുടങ്ങിയിട്ട് കൊല്ലം പോലെ. അത് നമ്മുടെ മദീന നഗറിൽ നമ്മുടെ കുട്ടികൾ വകയാണ്, അതായിരിക്കും അറിയില്ല. ഇന്ന് മണി കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
അതൊക്കെ നേരായ റബ്ബിനാണ്. അതുകൊണ്ടാണ് ഈ ഇറങ്ങാറായിട്ട് രാവിലെ ഇവിടെ വന്ന് കുത്തിരുന്നിട്ട് ചികിത്സയിൽ കുത്തിരിക്കുന്നത്. ആൾക്കാർ 80, 90, 100 കൂട്ടർ വരെ ദിവസം ഇവിടെ വരും. ഓരെന്നും പൈസ ഈ 4 ചികിത്സയാണ് ചെയ്യുന്നത്. പലവിധ പരിപാടി നമുക്കുണ്ട്. അതിൻ്റെ ഒപ്പൻ്റെ വെച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത് അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ എത്തിക്കാൻ തോന്നിയിട്ട് ചെയ്യണം. റാഹത്താക്കട്ടെ. എന്തൊന്നും ദുനിയാവ് കരുതിയിട്ട് ഉണ്ടാക്കിയതല്ല. നമ്മുടെയൊക്കെ പല സംഗതികൾ പേടിച്ചിട്ടുണ്ടാവും. മാസത്തിൽ വാടക ഉണ്ടാവും. ഇതിലേക്കാണ് അതുള്ളത്. നമുക്കൊരു സ്വലാത്ത് നടത്തി കൊണ്ടുപോകണമെങ്കിൽ 70,000 ഒത്തി ചെലവ് ഒരു മാസത്തിൽ. പിന്നീത പറയുന്നത് അതൊന്നും നിൽക്കൂല. 70,000 ഒത്തിയുള്ളത്. ഇന്നേ വരെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് അറിയുമ്പോൾ എന്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം. ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നേരായ നമുക്ക് മൗലാന്റെ കൃത്യമായിട്ട് താഴെക്കോട്ടയിലെ പാപ്പാന്റെ കൃത്യമായിട്ട് പാർവത്തിൻ്റെ പാപ്പാന്റെ കൃത്യമായിട്ട് അത് നമ്മളെ വഴി കയറിയിട്ട് 100, 200 വരും. ഇന്നത്തെ ചികിത്സ വരുന്നവർ ആയിരക്കണക്കിന് ആളുകൾ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചെടുത്ത് തങ്ങളുടെ ഇത്ര ഒട്ടി വേണമെന്ന് പറഞ്ഞിരിക്കണം. ഉണ്ടാവില്ല. ഉണ്ടാവും 3000-3500 രൂപ അതൊരു സാർക്കാരിക പൈസ. അതുപോലെ മുറാദ് ഹാസിലായിട്ട് ഞാൻ വിളിക്കുള്ളൂ. അതിന് മുമ്പ് അത് കൊണ്ട എടുത്താക്കാൻ ഇന്നുണ്ടായിട്ടില്ല. അത് മരണം വരുമ്പോൾ ആൾക്കാർ എത്തിച്ചേർക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും തീരാൻ്റെ കയ്യിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കും. കടങ്ങളുണ്ടാവും. അതങ്ങനെ പോവും, ഇതിങ്ങനെ പോവും. ഇത് പറയുന്നത് എന്തിനാണ്? എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരമൊന്നും മല്ലിക്കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ ഏൽപ്പിച്ചാൽ മുന്നോട്ട് പോകാൻ ഈ ഇമ്മാരെ ഇത് തുഴയക്കണം. പല ഭാഗത്തു നിന്നും പല പ്രശ്നങ്ങളും വരും. അത് ഗ്രൂപ്പ് വൈസാകാം, വേറെ രൂപത്തിലാകാം. അതൊന്നും ഇവിടെ പ്രശ്നമില്ല. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. നാഗൂര് ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏർവാടിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ കാറ്റുകളിപ്പാത്താൻ്റെ അവിടെ കുട്ടികൾ ലോറിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നു പോകാൻ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് വാർത്തയില്ലാത്ത കുട്ടികൾ ഓരുണ്ടായിട്ടും യതീമിനെക്കായി കഷ്ടത്തിന് കഴിയുന്നവരെ സംരക്ഷിക്കുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ നടന്നു പോകാണ്ട് മദീന നടന്ന് നിങ്ങൾ പറയും അതന്നെ നമ്മുടെ വിജയം. ചീരയുടെ ബർക്കത്തുണ്ടാവും, ശിഫുണ്ടാവും. മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് കൈയോട് കൂടിയിട്ട് മനസ്സിൽ അത് തുറന്നു വെക്കുമ്പോൾ, ഭക്ഷണം തുറന്നു വെക്കുമ്പോൾ പഠിച്ചവൻ എന്താ മദീന നഗറിയുടെ ഭക്ഷണമാണ്. ആ കുട്ടിക്കും കുടുംബത്തിന് ഇത് കൈകൾ നൽകുന്ന റഹ്മാനാണ്. ഇത് ബർക്കത്ത് ശിഫം നൽകുന്ന റഹ്മാനാണ്. ബദരീങ്ങളുടെ പേര് എല്ലാ മാസവും ഇവിടെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിഫ ഉണ്ടാകുന്ന റഹ്മാനെ കാര്യങ്ങൾ നടക്കുന്നത് ദുആ ചെയ്തിട്ട് അത് കഴിക്കുള്ളൂ. ഭക്ഷണം വെറുതെ കൊണ്ടുപോയിട്ട് കളി ചെയ്യരുതാതെ അള്ളാഹു തന്നെ നമ്മളെ പരീക്ഷിക്കുള്ളൂ. വേറൊരു ചിന്ത, താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതാ കോളനിയിലുള്ള രാമനും വരും ആണെന്ന്. ഓരോ മരിച്ചാൽ എന്താണ് അന്ന് ചിന്തിക്കേണ്ടത് ഞാൻ പഠിച്ചില്ല. അള്ളാഹു തആല റഹ്മാനും റഹീമുമാണ്. അവർക്കൊരു തെരഞ്ഞെടുപ്പ് ആശ്രത്തിലുണ്ട്. അതിൽ നല്ല മനുഷ്യൻ്റെ ആളുകൾ ഇപ്പം നമ്മളെ പുണ്യത്തിൻ്റെയും പുരുഷൻ്റെയും ഒക്കെ അച്ഛൻ മരണപ്പെട്ടു. നല്ല മനുഷ്യൻ്റെ ഒരുടമയാണ് ഇതല്ല, നല്ല മനസ്സിൻ്റെ ഒരുടമയാണ്. ഇന്നമാതിരി ഇന്ത്യൻ അനുഭവം ഇവിടെ വരുന്നത് സുലൈമാക്കാരനൊരാൾ അയാൾക്കൊരു വീടെടുത്തിട്ടുണ്ട്, വാങ്ങിക്കണം. അപ്പോൾ അത് കച്ചവടം തന്നെ മുടങ്ങിയത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മുന്നിൽ ആ വീടിൻ്റെ ഗൃഹനാഥനെ മറവിയിട്ടുണ്ട്. അത് നമ്മളെ കൗമല്ല, ശങ്കരനാണ് അയാളുടെ പേര്. ആ പള്ളികൾക്ക് വേണ്ട പേനകളും മദ്രസിന് വേണ്ട ഡെസ്ക് പാത്രം ഒക്കെ അയാളെ വഴിയാണ്. എന്നാൽ നമുക്കത് എടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് 2 മാസം മുന്നേ ആ പെരടം കയറ്റുന്നത് അത് മാറ്റി ജേസിബി എടുത്തൊരു കൊണ്ടുപോക്കുണ്ടല്ലോ, 5 മണക്കി കൊണ്ടുപോയിട്ട് അതിന് അവിടെ കയറി. അതങ്ങോട്ട് മാണ്ടിയിട്ട് നോക്കുമ്പോൾ ആ കൊണ്ടുപോയി വെച്ച മാതിരി ശങ്കരൻ 2 മാസം മുന്നത്തെ കഥ പറയുന്നത്. തോനെ പഴക്കൊന്നുമില്ല, ഒരു കേടുമില്ല. എത്ര കൊല്ലം മുന്നേ മരണപ്പെട്ടതാ ശങ്കരൻ. ഒരു പതിനെന്താ പള്ളി മദ്രസ ഓനാ നോക്കുക, പാത്രം ചെറുപ്പു ക്ഷേനം അവിടെ എന്ത് കേടന്നാലും ഓനാ വിളിച്ചെടുക്കുക. അപ്പം ആരെ കണക്കൂട്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മൾ ദോഷികളാണ്. നമ്മളെ മശായിഖന്മാരാണ് വലിയത്, അള്ളയാണ് ഏറ്റവും വലുത്, പിന്നെ റസൂലുള്ളയാണ് ഏറ്റവും വലുത്, പിന്നെ മശായിഖന്മാരാണ് വലുത്. മശായിഖന്മാരിലൂടെ റസൂലുള്ളയിലൂടെ അള്ളാഹിൻ്റെ ഖുർആനിലേക്ക് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യണം. ഈ പറഞ്ഞതിൻ്റെ മൊത്തം ഒരുപാട്. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, കളിയാക്കരുത്, സഹായിക്കുക കഴിയണമായി. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك بكل عباد يا قاضي الحاجات. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم احشرنا وأحبابنا في الله في مرضي ختم رسول الله صلى الله عليه وسلم. اللهم وفقنا لمرافقة معشوقنا في الجنة. اللهم وفقنا لمرافقة معشوقنا في الجنة. اللهم وفقنا لمرافقة مصطفى محمد صلى الله عليه وسلم يا رب العالمين. ولا تفرق بيننا في الدنيا والآخرة. توفنا مسلمين وتوفنا بالصالحين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. മഴ കുറച്ചാണ് പോകുന്നത്. 10 മിനിറ്റ് വൈകിയാലും